ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പാക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കിംഗ് വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വേറെ അങ്ങനെ ഞാൻ ട്രാവൽ ചെയ്യുന്ന സംഭവങ്ങൾ പാക്ക് ചെയ്യുന്നതോ ഒന്നുമല്ല, നമുക്ക് കൊറിയർ അയക്കാനുള്ള പാക്കിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം വേറെ എന്താ നമ്മൾ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? ജ്വല്ലറി ഒന്നുമല്ല, ആസ് യൂഷ്വൽ നമ്മളുടെ നെറ്റിപ്പട്ടം മേക്കിംഗ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം സ്റ്റോക്ക് നമുക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ അതൊക്കെ റീസ്റ്റോക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു 2 ഫീറ്റിൻ്റെ കുറച്ചധികം മെറ്റീരിയൽസൊക്കെ നമുക്ക് കൊറിയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊറിയർ ചെയ്യാനുള്ളതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ. കുറച്ചധികം ഐറ്റംസ് ഉണ്ട്. ബാക്കിൽ കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കുറേ അധികം മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ അതല്ലാതെ ഒരു കവറിൽ നിറച്ചും മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. എനിക്ക് വരുന്ന ഓർഡേഴ്സൊക്കെ അത്യാവശ്യം ഇതേപോലത്തെ ഒരു ഡയറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡയറിയിലാണ് ഞാൻ എഴുതി വെക്കാറ്. അതല്ലാതെ ചില സമയത്ത് എനിക്ക് എഴുതാൻ ടൈം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. അധികവും എനിക്ക് വന്നിട്ടുള്ള ഓർഡേഴ്സൊക്കെ ഞാൻ ഇതേപോലെ ഒരു ഡയറിയിൽ ഇങ്ങനെ എഴുതിയിട്ട് ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ എഴുതി വെക്കാറാണ് ചെയ്യുന്നത് കേട്ടോ. സോ അത് നമ്മൾ ഡെലിവേർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കറൻറ്റ്ലി നമുക്ക് 2 ഫീറ്റിൻ്റെ മെറ്റീരിയൽസ് ആണ് പാക്ക് ചെയ്യാനുള്ളത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്യും. പാക്കിംഗ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ഡയറി എടുക്കും കേട്ടോ ഞാൻ. എന്നിട്ട് അതിൽ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുള്ള കസ്റ്റമർ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അവരെത്ര ഫീറ്റാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊക്കെ നോക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആണ് നമ്മൾ ആദ്യം തന്നെ പാക്കിങ്ങിന് മുൻപേ തന്നെ ചെയ്യാറ്. പിന്നെ ഇതേപോലത്തെ ഒരു സ്യൂട്ട് കേസ് ഉണ്ട് എനിക്ക്. സ്യൂട്ട് കേസിലാണ് ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഇതിൽ കൊള്ളുന്ന അത്രയും മെറ്റീരിയൽസ് ഞാൻ ഇതിലാണ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടി വരും. അതുകൊണ്ടാണ് കേട്ടോ. പൊടി അടിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗോൾഡൻ ബീഡ്സും അല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തികേടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് വൂളൻ ത്രെഡിലൊക്കെ പൊടി അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് അത് കളയാനൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യമേ തുടങ്ങുന്നത് ക്ലോത്ത് വെച്ചിട്ടാണ്. ക്യാൻവാസ് ക്ലോത്താണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിൽ വരുന്ന എൻ്റെ ക്ലോത്തൊക്കെ ഞാൻ ഇതേപോലെ ബിഗ് പീസസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യാനുസരണം, അതായത് നമ്മുടെ മെറ്റീരിയൽസ് എത്ര ഫീറ്റിൻ്റെ ആണോ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് കിറ്റിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാൻവാസും റെഡ് വെൽവെറ്റും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് ഗോൾഡൻ കളർ ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുറത്തുനിന്ന് നമ്മൾ കിറ്റ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഈ ഒരു ഗോൾഡൻ കളർ ക്ലോത്ത് ഉണ്ടാവില്ല. അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. പക്ഷേ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന കിറ്റിൽ ഇതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഗോൾഡൻ കളർ ക്ലോത്തും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഗോൾഡൻ ക്ലോത്ത് റെഡി ആയിട്ടുണ്ട്, റെഡ് വെൽവെറ്റ് റെഡി ആയിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ക്യാൻവാസിൻ്റെ ക്ലോത്തും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മടക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗോൾഡൻ ബീഡ്സിലോട്ടാണ് കിടക്കുന്നത്. ഇത് ഞാൻ യൂഷ്വലി എല്ലാം ഇതേപോലെ കുറച്ചായിട്ട് ബോക്സസ് ആക്കിയിട്ടും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ 2 ഫെവി ബോണ്ടിൻ്റെ പാക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്, കുഞ്ചലം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് ചന്ദ്രനാണ് കേട്ടോ, ചന്ദ്രക്കല വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ഫീറ്റിൻ്റെ കിറ്റാണ് നമ്മളിപ്പോൾ പാക്ക് ചെയ്യുന്നത്. പിന്നെ കോപ്പർ ത്രെഡ് ഫില്ലിംഗ് ബോൾസ് 2 പാക്കറ്റ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 പാക്കറ്റ് തന്നെ കിറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കോപ്പർ ത്രെഡും ഗോൾഡൻ കളർ റിബണൊക്കെ ഞാൻ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ മുഖം അതേപോലെ തന്നെ ബോർഡർ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വരുന്നതെല്ലാം, അതായത് ഹാഫ് ബോൾസ്, പല വലിപ്പത്തിലുള്ള ഹാഫ് ബോൾസൊക്കെ വരുന്നുണ്ട്. ഇത് ഗ്യാപ്പ് ഫില്ലിംഗ് ബോളാണ്. 2 കുഞ്ഞ് പാക്കറ്റാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ പല സൈസിൽ വരുന്ന, പല വലുപ്പത്തിൽ വരുന്ന ഹാഫ് ബോൾസാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം നമ്മൾ പെട്ടിയിൽ വെക്കുമ്പോഴത്തേക്കും അത്രയും നമുക്ക് സ്ഥലം ലാഭിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മൂലഗണപതി, ലക്ഷ്മി, പാർവതിക്കൊക്കെ വരുന്ന വലിയ സൈസിൽ വരുന്ന ഹാഫ് ബോളും, അതേപോലെ അതിൻ്റെ ചെറിയ സൈസിൽ വരുന്ന കുട്ടി ഹാഫ് ബോൾസും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ബേസിക്കലി ഞാൻ ഏത് രീതിയിലാണോ നെറ്റിപ്പട്ട ഉണ്ടാക്കുന്നത് ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ കിറ്റിൽ ഐറ്റംസ് വെച്ച് കൊടുക്കുന്നത് എൻ്റെ കസ്റ്റമേഴ്സിന്. പിന്നെ ഇതിനൊക്കെ മാച്ചായിട്ടുള്ള ചൂരൽ ഡിസ്ക് നോക്കിയിട്ട് അതും കൂടെ കിറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി വരുന്നത് വൂളൻ ത്രെഡ്സ് ആണ്. യൂഷ്വലി ഞാനിങ്ങനെ കസ്റ്റമൈസ് ചെയ്യിപ്പിക്കാറുണ്ട്. നമ്മുടെ കസ്റ്റമറിന് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇത് കളേഴ്സ് ചൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് അല്ലാതെയും ചെയ്യാം കേട്ടോ. പിന്നെ ഡെക്കോറിന് വേണ്ടിയിട്ട് ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്, മുഖത്തിന് ചുറ്റും ഒട്ടിക്കാനുള്ള ചൂരൽപ്പൊളി. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ 2 ഫീറ്റ് നെറ്റിപ്പട്ടം മേക്കിംഗ് കിറ്റിൽ വരുന്ന ഐറ്റംസ്. ഇത്രയും ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്നുമില്ല, അതെല്ലാം നമ്മൾ പെട്ടിയിലാക്കിയിട്ട് സീൽ ചെയ്യണം. ഇനി അതാണ് പരിപാടി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് കവറിൽ നമ്മളുടെ ക്ലോത്ത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്, എന്നാലേ പെട്ടിക്കകത്ത് ഇരിക്കത്തുള്ളൂ. പിന്നെ അതിൽ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയും കൂടെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചുരൽ ഡിസ്കും കൂടെ ഞാൻ അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ബാക്കി അതിൻ്റെ മുകളിൽ വെക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ലൈക്ക് എന്താ പറയുക, നമ്മുടെ മെറ്റീരിയൽസിന് എത്രയാണ് റേറ്റ് വരുന്നത്. ഞാൻ കറൻ്റ്ലി ഇപ്പോൾ ഒരു 3 ഫീറ്റ് വരെ ഞാൻ സെയിൽ ചെയ്യുന്നുള്ളൂ. 4 ഫീറ്റ് 5 ഫീറ്റിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. 3 ഫീറ്റ് വരെ ഞാൻ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അല്ല 3 ഫീറ്റ് നമുക്ക് അധികം അങ്ങനെ പോവാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അധികം സ്റ്റോക്ക് വെക്കാറില്ല. സ്റ്റോക്ക് വെക്കാത്തത് കൊണ്ട് തന്നെ അതിനാവശ്യക്കാർ ഉണ്ടായിരുന്നു, മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു, ഉണ്ടോ ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് മെസ്സേജസ് വരുന്ന അല്ല 1-2 പേര്, എല്ലാവരെയും ഞാൻ പറഞ്ഞില്ല, 1-2 പേര് മാത്രം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മെറ്റീരിയൽസിന് നല്ല റേറ്റ് ഉണ്ട്, ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും മെറ്റീരിയൽസ് തൻ്റെ അടുത്തുനിന്നുള്ള റേറ്റിനേക്കാളും കുറവാണല്ലോ എന്ന്. എനിക്ക് യാതൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് അവിടെ റേറ്റ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ. പക്ഷേ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാനത് നമ്മുടെ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ സേഫായിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഒട്ടും തന്നെ മഴയൊക്കെ അല്ലേ ഇപ്പോൾ, അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ കാർഡ്ബോർഡ് ബോക്സിനകത്ത് വെള്ളം കയറാത്ത വിധത്തിലും നനയാത്ത വിധത്തിലും നന്നായിട്ട് ഞാൻ സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്നും മിസ്സാവാത്ത രീതിയിൽ. അപ്പം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ദൈവത്തോർത്ത് ഫോൺ കോളൊന്നും വിളിക്കരുത് കേട്ടോ. വാട്സാപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക, പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ID ആണ് മന്ദാരം നെറ്റിപ്പട്ടം ക്രാഫ്റ്റ്. അതിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം കേട്ടോ, മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്ക്. അപ്പോൾ ദൈവത്തോർത്ത് നിങ്ങൾ ഫോണൊന്നും ചെയ്യരുത്, എനിക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.